പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. അലന്റെ അമ്മയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചു. അതേസമയം സംഭവത്തിൽ പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നുണ്ട്. വിസ്മയ, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. CPM-ന്റെ ഹർത്താലും BJP-യുടെ DFO ഓഫീസ് ഉപരോധവും അടക്കമുള്ള പ്രതിഷേധ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. അലന്റെ സംസ്കാരം എപ്പോഴായിരിക്കും? പൊതുദർശനം പോലുള്ള ചടങ്ങുകളിലേക്ക് കുടുംബം കടക്കുന്നുണ്ടോ? മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അതുല്യ, നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും അലന്റെ സംസ്കാര ചടങ്ങുകൾ നാളെയാണ് ഉണ്ടാവുക. അതായത് ചില ബന്ധുക്കൾ വരാനുണ്ടെന്ന് പറഞ്ഞാണ് സംസ്കാരം നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. എന്നിരുന്നാലും പ്രതിഷേധം ഇപ്പോഴും മുണ്ടൂരിൽ ശക്തമായി തന്നെ തുടരുകയാണ്. CPIM-ന്റെ ഹർത്താലാണെങ്കിലും BJP-യുടെ പ്രതിഷേധമാണെങ്കിലും ശക്തമായി തന്നെ തുടരുകയാണ്. അല്പനേരം മുമ്പ് BJP DFO ഓഫീസിലേക്ക് BJP-യുടെ പ്രതിഷേധം ഉണ്ടാവുകയും മാർച്ച് നടത്തുകയും അതിൽ പോലീസ് ബലം പ്രയോഗിച്ചാണ് ആ ഒരു പ്രതിഷേധത്തെ നിർത്തലാക്കിയത്. പോലീസ് ബലം പ്രയോഗിച്ചാണ്. അങ്ങനെയും അത്തരത്തിൽ തന്നെ ഒരു വ്യാപകമായ പ്രതിഷേധമാണ് മുണ്ടൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ ബന്ധുക്കളും നാട്ടുകാരും അതുപോലെ തന്നെ അവർ ആ പ്രതിഷേധത്തിൽ നിന്ന് ഇതുവരെയായിട്ടും മാറി നിന്നിട്ടില്ല. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച സമയത്ത് അലന്റെ നെഞ്ചിൽ ഒരു ആഴത്തിലുള്ള മുറിവ് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അലന്റെ മുഖത്തിന്റെ വലതുവശത്തായിട്ട് സാരമായി പരിക്കേറ്റതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു ആക്രമണം, അതായത് ഈ ഒരു മുണ്ടൂരിലെ കാര്യം പറയുകയാണെങ്കിൽ മുണ്ടൂരിൽ 7 വർഷത്തിനിടയിൽ 4 മരണമാണ് കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് സമയം മുൻപ് തന്നെ AK ശശീന്ദ്രൻ മന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്നും അതുപോലെ തന്നെ അതിനുള്ള നടപടികൾ എന്തായാലും ഉണ്ടാകുമെന്നാണ് നിലവിൽ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നാളെയാണ് ഇതിന്റെ ഒരു സംസ്കാര ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ടാവുക. അതില്ല. ശരി വിസ്മയ.